ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പത്രമാറ്റിൽ വരാനിരിക്കുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത് ദേവയാനിയുടെ അമ്മയുടെ മാസ് എൻട്രിയാണ് കേട്ടോ. ആദ്യം തന്നെ കാണിക്കുന്നത് ദേവയാനിയുടെ അമ്മയുടെ കാറ് ഗേറ്റിൻ്റെ അടുത്തേക്ക് വരുന്നതാണ് കേട്ടോ. കാർ അവിടെ നിന്ന് ഹോൺ അടിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ഈ വാച്ച്മാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ ഈ വാച്ച്മാനാണ് ഗേറ്റ് തുറക്കുന്നില്ല. ഇത് കണ്ടിട്ടാണ് ദേവയാനിയുടെ അമ്മക്കാണ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവറോട് ദേവയാനിയുടെ അമ്മ പറഞ്ഞു, പ്രശാന്തേ, നീ ഒന്ന് ഇറങ്ങി നോക്കിക്കേ, അയാൾ എന്തെടുക്കുവാണെന്ന്. അപ്പോൾ പ്രശാന്ത് ഇറങ്ങാൻ പോകാൻ നേരത്ത് തന്നെ ഇയാൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു കേട്ടോ. അപ്പോൾ തന്നെ അയാൾ ഓടി വന്ന് ഗേറ്റ് തുറന്നു. അപ്പോൾ ദേവയാനിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എടോ, താൻ ഇത്ര നേരം എവിടെയായിരുന്നു? അല്ല, നീ തന്നെയാണോ ഇനി നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല മേഡം, ഞാൻ പകൽ മാത്രമേ ഉള്ളൂ ജോലിക്ക്. അപ്പോൾ ദേവയാനിയുടെ അമ്മ ചോദിച്ചു, പിന്നെന്താണ് തനിക്ക് ഇത്ര ഉറക്കം? അന്നേരം അയാൾ പറഞ്ഞു, ഇല്ല മേഡം, ഞാനിനി ആവർത്തിക്കത്തില്ല മേഡം. അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, ആവർത്തിക്കാതിരുന്നാൽ മതി. എന്നിട്ട് അമ്മ പ്രശാന്തിനോട് ചോദിച്ചു, എടോ, താൻ എന്ത് നോക്കിയിരിക്കടോ, വണ്ടി എടുക്കടോ. അതും പറഞ്ഞ് അയാൾ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ദേവയാനിയുടെ അമ്മയുടെ ഒരു മാസ് എൻട്രിയാണ് കേട്ടോ. നല്ല VIP ലുക്കിലാണ് ദേവയാനിയുടെ അമ്മ വന്നിരിക്കുന്നത്. അപ്പോൾ ദേവയാനിയുടെ അമ്മ നമ്മുടെ വീട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ തന്നെ അവിടെ നിൽക്കുന്നത് നമ്മുടെ അനാമികയാണ്. അപ്പോൾ ദേവയാനിയുടെ അമ്മ അവളെ കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇവളെയാണ് ഒരു പാഠം പഠിപ്പിക്കാൻ എൻ്റെ കൊച്ചുമകൻ ആദർശ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മകൾ ഇവളെ ഒരു റാണീനെ കൂട്ടി ഇങ്ങനെ വെച്ചേക്ക്, ഇവളെ ഞാൻ നല്ല പാഠം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അനാമിക ദേവയാനിയുടെ അമ്മയുടെ അടുത്തോട്ട് വന്ന് ചോദിച്ചു, ആരാ, മനസ്സിലായില്ലല്ലോ. അപ്പോൾ ദേവയാനിയുടെ അമ്മ ചോദിച്ചു, ഇയാൾ ആരാണാവോ? അന്നേരം അനാമിക പറഞ്ഞു, കൊള്ളാം, ഞാൻ ആരാന്നറിയാതെയാണോ ഈ വീട്ടിലേക്ക് കയറി വന്നേക്കുന്നതെന്ന് അനാമിക ഭയങ്കര ഭാവത്തിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, നീ ആരാണേലും എനിക്കെന്താ? അപ്പോൾ അനാമിക പറഞ്ഞു, അത് കൊള്ളാം, ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, ഇവിടെ വന്നിട്ട് എന്നെ ഭരിക്കാൻ നോക്കുന്നു. അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, ഇത് മോളുടെ ഭർത്താവിൻ്റെ വീടാണോ? അറിഞ്ഞില്ല, സോറി, അറിഞ്ഞു വെച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. അപ്പോൾ അനാമിക പറയും, എന്നെ കളിയാക്കുകയാണല്ലേ. അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, അതിതുവരെ മനസ്സിലായില്ലേ? അതേസമയം അങ്ങോട്ട് ഡ്രൈവർ പ്രശാന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രശാന്ത് വന്നിട്ട് ചോദിച്ചു, മേഡം, ഈ ലഗേജൊക്കെ എവിടെയാണ് വെക്കേണ്ടത്? അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, ലഗേജൊക്കെ ഇങ്ങോട്ട് കയറ്റി വെച്ചേര് പ്രശാന്തേ, അതൊക്കെ ഇവളെടുത്തു കൊണ്ടുപോയി എൻ്റെ റൂമിൽ വെച്ചോളും. അപ്പോൾ അനാമിക ചോദിക്കും, ഞാനെന്തിനു നിങ്ങളുടെ ലഗേജ് എടുത്തുകൊണ്ട് വെക്കണം? അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, എടി, നീ അധികം വിളച്ചിലെടുക്കണ്ട, മര്യാദക്ക് എൻ്റെ ലഗേജൊക്കെ കൊണ്ടേ മോളിൽ കൊണ്ടേ വെക്ക്. അപ്പോൾ അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവരാരാണ് ശരിക്കും എന്നെ ഭരിപ്പിക്കാൻ ഇവിടെ വന്നേക്കുന്നത്? അപ്പം അനാമിക ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ്, ഇനി ഈ തള്ള ഇനി വേണ്ടപ്പെട്ട വല്ലവരും ആയിരിക്കുമോ? അപ്പോൾ ദേവയാനിയുടെ അമ്മ ഇങ്ങനെ പറയണത്, നീ എന്താടി ആലോചിച്ചിരിക്കുന്നത്? മര്യാദ തന്നെ റൂമിൽ കൊണ്ട് വെക്കില്ലേ ലഗേജൊക്കെ എടുത്ത്. അപ്പോൾ അനാമിക ഇങ്ങനെ പയ്യെ പറയുന്നുണ്ട്, ഈ തള്ള. അന്നേരം ദേവയാനിയുടെ അമ്മ പറയുന്നുണ്ട്, തള്ളയോ? തള്ള നിൻ്റെ? അപ്പം അനാമിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമോ, ഈ തള്ളക്ക് നല്ല കേൾവി ശക്തിയാണല്ലോ ദൈവമേ. എന്നിട്ട് അനാമിക പയ്യെ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുവാണ്. അന്നേരം ദേവയാനിയുടെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതാണ് അപ്പം ആദർശ് മോൻ പറഞ്ഞ ആ അനാമിക. ഇവള് നല്ല മുറ്റ സാധനമാണല്ലോ. ഇവളെയൊക്കെയാണല്ലോ ദൈവമേ ഈ കുടുംബത്തിന് കിട്ടിയത്. ഇനി എൻ്റെ മോൾ എവിടെയാണാവോ? അവളുടെ മരുമോൾ എങ്ങനെയാണാവോ? അവളൊന്ന് കാണട്ടെ. അപ്പോഴാണെങ്കിൽ അനാമിക ഡ്രസ്സൊക്കെ ചുമന്നോട്ട് മേളിലോട്ട് പോവുകയാണ്. അന്നേരം ദേവയാനി ഇത് കണ്ട് ദേവയാനി ചോദിച്ചു, എന്താ മോളെ, എന്താ നീ ചെയ്യുന്നത്? അന്നേരം അനാമിക പെട്ടെന്ന് പറഞ്ഞു, അത് വലിയമ്മ, ഒരു കിളവി. എന്താണ്? അല്ല, ഒരു സ്ത്രീ താഴത്ത് വന്നിട്ടുണ്ട്, ആരാന്നറിയത്തില്ല, എന്നോട് ഡ്രസ്സൊക്കെ കൊണ്ട് മേളിൽ വെക്കാൻ പറഞ്ഞു. അപ്പോൾ ദേവയാനി ആണെങ്കിൽ മേളിൽ നിന്ന് താഴത്തായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ദേവയാനി, അമ്മ വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ പറഞ്ഞു. അപ്പോൾ അനാമിക ചോദിച്ചു, ആരുടെ അമ്മ? അപ്പോൾ ദേവയാനി പറഞ്ഞു, എൻ്റെ അമ്മ. വല്യമ്മയുടെ അമ്മയാണോ ഇവര്? അന്നേരം ദേവയാനി പറഞ്ഞു, അതേ മോളെ, അമ്മ വിദേശത്തായിരുന്നല്ലോ, അപ്പം മോളെയൊന്നും കണ്ടിട്ടില്ല, മോളെ തന്നെ അമ്മ പരിചയപ്പെടുത്തി തരാം. അന്നേരം അനാമിക പറയും, വേണ്ട വല്യമ്മ, ഞാൻ പരിചയപ്പെട്ട അമ്മേനെ. വല്യമ്മ, ഞാൻ ഈ ലഗേജൊക്കെ വെച്ചിട്ട് എന്തായാലും വരാം. എന്നിട്ട് അനാമികയാണെങ്കിൽ ലഗേജൊക്കെ വെക്കാൻ മേളിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് അവരോട് പറഞ്ഞത്, ഇനി അത് വല്ലതും പ്രശ്നമാകുമോ? അപ്പോൾ ദേവയാനിയാണ് അമ്മേനെ കണ്ട സന്തോഷത്തിൽ താഴത്തായിട്ട് ചെല്ലുവാണ് കേട്ടോ. അമ്മയെന്നും പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് ഒരു അമ്മയുടെ വിചാരം ഉണ്ടോ? ഇങ്ങനെ ഒരു അമ്മയുണ്ടെന്ന് ഓർത്തിരുന്നെങ്കിൽ നീ എന്നെ കാണാൻ അങ്ങോട്ട് ഇടക്കെങ്കിലും വരത്തില്ലായിരുന്നോ? അപ്പം ദേവയാനി പറഞ്ഞു, അമ്മ ഇവിടുത്തെ കല്യാണ തിരക്കും പിന്നെ ഇവിടെ ഇപ്പം മലക്ക് പോകണം ആ തിരക്കും ഒക്കെ ആയത് കാരണം എനിക്ക് വരാൻ പറ്റാത്തതാണമ്മേ. അപ്പം അമ്മ പറഞ്ഞു, കൊള്ളാം, അല്ലേ നീ ഇപ്പം വരും. ജയൻ എന്തായാലും ഇടയ്ക്കൊക്കെ എന്നെ വന്ന് കാണാറുണ്ട്, പിന്നെ എൻ്റെ കൊച്ചുമോൻ ആദർശം വരാറുണ്ട്, നിനക്കാണ് എന്നോടൊരു സ്നേഹം ഇല്ലാത്തത്. അപ്പോൾ ദേവയാനി പറഞ്ഞു, എന്തായാലും അമ്മ വാ,
വന്ന കാലം കണ്ട് നിൽക്കാതെ ഇവിടെ വന്ന് ഇരിക്കേ. അപ്പോൾ നയന അങ്ങോട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനി അമ്മയോട് പറഞ്ഞു, അമ്മേ ഇതാണ് ആ വിഷവിത്ത്, എൻ്റെ മരുമകൾ. അപ്പോൾ ദേവയാനിയുടെ അമ്മക്കാണ് നയനേനെ കണ്ടപ്പോൾ മുഖത്തോട്ട് നോക്കിയപ്പോൾ തന്നെ ഒരു ഐശ്വര്യമൊക്കെ തോന്നുവാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ അമ്മേനെ നോക്കി നയന ഒന്ന് ചിരിക്കുന്നുണ്ടേ. അപ്പോൾ ദേവയാനിയുടെ അമ്മ ചോദിച്ചു, നയന. അപ്പോൾ നയന പറഞ്ഞു അപ്പോൾ ദേവയാനി പറഞ്ഞു, ഇതെൻ്റെ അമ്മ, ആദർശിൻ്റെ മുത്തശ്ശി. അപ്പോൾ പെട്ടെന്ന് തന്നെ നയന, മുത്തശ്ശിയോ? അയ്യോ എനിക്ക് മനസ്സിലായില്ല മുത്തശ്ശി. ഇതും പറഞ്ഞ് നയന പെട്ടെന്ന് തന്നെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ദേവയാനി പതിയെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ അവളുടെ അടവാണമ്മേ, ഒരാൾ എങ്ങനെ ചാക്കിലാക്കാമെന്ന് അവൾക്ക് നല്ലോണം അറിയാം, അമ്മ ഇതിലൊന്നും വീഴരുത് കേട്ടോ. അപ്പം നയന പറഞ്ഞ്, മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് മുത്തശ്ശിനെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പം ദേവയാനിയുടെ അമ്മ ചോദിച്ചു, അതിന് നീ എന്നെ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അത് ആദർശേട്ടൻ ഒരിക്കൽ എന്നെ ഫോണിൽ കാണിച്ചിട്ടുണ്ട് മുത്തശ്ശീനെ. പിന്നെ മുത്തശ്ശി ഇവിടെ ഇല്ലായിരുന്നല്ലോ, അതാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് മുത്തശ്ശീനെ കാണാൻ വരാഞ്ഞത്. നാട്ടിൽ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി, ഇടയ്ക്ക് തന്നെ ആദർശ് കാണാൻ വന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു നിന്നെയും കൂട്ടി വരാൻ. അപ്പം അവൻ പറഞ്ഞു, മുത്തശ്ശി വീട്ടിലോട്ട് വാപ്പ എല്ലാവരെയും കാണാമല്ലോ എന്ന്. ഹാ, ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കാലൊക്കെ ഭയങ്കര വേദന, കാലിൽ നീര് വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് മുത്തശ്ശി കാലയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തടവിയപ്പോൾ നയന, എവിടെ നോക്കട്ടെ. അങ്ങനെ മുത്തശ്ശിയുടെ കാലെ നയന ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ നയന കാലെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് നീരൊന്നും അല്ല മുത്തശ്ശി, ഇത് കാലിങ്ങനെ മടങ്ങി ഇരുന്നതിൻ്റെയാ, നന്നായിട്ടൊന്ന് കുഴമ്പിട്ടാൽ മാറാവുന്നേ ഉള്ളൂ ഇത്. ആ കാലിങ്ങാട്ട് നീട്ടി വെക്കും മുത്തശ്ശി, ഞാൻ കുഴമ്പെടുത്തോണ്ട് വരാം. അങ്ങനെ നയന കുഴമ്പെടുക്കാൻ പോയപ്പോൾ ദേവയാനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമോ, ഇവളാൾ കൊള്ളാലോ, വന്നപ്പോൾ തന്നെ അമ്മേനെയും കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണോ, ഇവളിങ്ങനെ പോയാൽ അമ്മേനെ അവളുടെ വശത്താക്കും. അപ്പോൾ ദേവയാനിയുടെ അമ്മ ചോദിച്ചു, എന്തൊക്കെയാണ് നീ ഈ കൊച്ചിനെ കുറിച്ച് വിളിച്ച് പറയുന്നത്, നല്ല കൊച്ച്. അപ്പോൾ ദേവയാനി പറയും, അമ്മേ അതൊക്കെ ഇവളുടെ അടവാണമ്മേ, അമ്മ അതിലൊന്നും വീഴരുത്. അപ്പം നയന കുഴമ്പുമായിട്ട് വന്ന് മുത്തശ്ശിയുടെ കാലയിൽ ഇങ്ങനെ നല്ലോണം ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നയന മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്, ചായയാണോ കാപ്പിയാണോ വേണ്ടത്? നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ, ഞാൻ എന്താണേലും കുടിച്ചോളാം. അങ്ങനെ ദേവയാനിയുടെ അമ്മ പറയണം കേട്ടോ. അപ്പം നയനാണെങ്കിൽ ചായ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ദേവയാനിയുടെ അമ്മ ചോദിച്ചു, എന്തൊക്കെയാണ് നീ വിളിച്ച് പറയുന്നത് ഇതിനെക്കുറിച്ച്, അതിൻ്റെ മുഖത്ത് തന്നെ എന്തൊരു ഐശ്വര്യമാണ്, മാത്രമല്ല അവൾക്ക് നല്ല സ്നേഹവും തൻ്റെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ ദേവയാനി പറഞ്ഞു, അവളെ വന്നപ്പോൾ തന്നെ അമ്മേനെ കൈയെടുത്ത്, എനിക്കറിയാം അമ്മ എൻ്റെ കൂടെ നിൽക്കത്തില്ലെന്ന്, ഇത് എനിക്ക് നേരത്തെ അറിയാം. എന്താ ദേവയാനി നീ പറയുന്നത്, ഞാനിവിടെ കുറച്ച് ദിവസം നിൽക്കട്ടെ, ഞാൻ എന്നിട്ട് എല്ലാം മനസ്സിലാക്കി എടുക്കട്ടെ, അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവൾക്ക് അതിൻ്റെ പണി ഞാൻ കൊടുത്തോളാം. അപ്പോൾ ദേവയാനി പറഞ്ഞു, അതമ്മക്ക് എന്തായാലും പതിയെ മനസ്സിലാകും. അപ്പോൾ അമ്മ പറഞ്ഞു, മനസ്സിലാകട്ടെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ അതേസമയം നമ്മുടെ വസുന്ധര മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വസുന്ധര മുത്തശ്ശി അമ്മേനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഇതാരാ ദേവയാനിയുടെ അമ്മയോ? അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, വസുന്ധരക്ക് ഇടയ്ക്കും അങ്ങോട്ടൊക്കെ ഇറങ്ങാട്ടോ. അപ്പം മുത്തശ്ശി പറഞ്ഞു, എനിക്കിപ്പോൾ പ്രായമായില്ലേ, പഴയ പോലെ യാത്രയൊന്നും പറ്റത്തില്ല. പിന്നെ ദേവയാനിയുടെ അമ്മയാണെങ്കിൽ കുറച്ച് ദിവസം നാട്ടിലുണ്ടാകുള്ളല്ലോ. അപ്പോൾ ദേവയാനിയുടെ അമ്മ പറഞ്ഞു, അത് ശരിയാ, ഇനി എന്തായാലും കുറച്ച് ദിവസം അനന്തപുരക്കാരുടെ കൂടെ നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പിന്നെ മൂർത്തി സാറിനെ ഒന്ന് കാണണം. അദ്ദേഹം ഇവിടെ ഇല്ലേ വസുന്ധരാമ്മേ? ഇല്ല, അദ്ദേഹം ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയേക്കുക. പിന്നെ എന്തൊക്കെയാണ് വിശേഷം വസുന്ധരാമ്മേ? അങ്ങനെ അവർ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം നയന ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചു. അപ്പോൾ നയന ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ടേബിളിൻ്റെ പുറത്ത്. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് വന്നിട്ട്, ഇതൊക്കെ എന്തിനാ ഇത്ര ഉണ്ടാക്കിയത്, എനിക്ക് എണ്ണ പലഹാരമൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയല്ല മോളെ. അപ്പം നയന പറയുന്നുണ്ട്, മുത്തശ്ശി കുറച്ചെങ്കിലും കഴിക്കേ. അപ്പം മുത്തശ്ശി പറഞ്ഞു, സ്നേഹത്തോടെ ഉണ്ടാക്കിയതല്ലേ മോള്, ഞാൻ കുറച്ച് കഴിക്കാം. പിന്നെ ജയനും ആദർശമൊക്കെ പറയാറുണ്ട് മോളുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ നല്ല രുചിയാണ്, നല്ല കൈപ്പുണ്യമുള്ള മോളാണെന്ന്. അപ്പോൾ മുത്തശ്ശി അതിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ടല്ലോ, ഇതുപോലൊരു ഉണ്ണിയപ്പം ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം നയനക്ക് ഒരുപാട് സന്തോഷമായി. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ അനാമിക ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അനാമിക മനസ്സിൽ വിചാരിക്കുക, ഈ തള്ള എന്തൊക്കെ എന്നോട് പറഞ്ഞത്, വന്നു കയറിയപ്പോൾ തന്നെ ഈ തള്ള ഇവളുടെ സൈഡായോ. അപ്പോൾ അനാമികേനെ ദേവയാനിയുടെ അമ്മ കണ്ടു കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ അമ്മ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, വന്നല്ലോ മുറ്റു സാധനം, ഇവക്കിട്ടൊരു പണി കൊടുക്കാം. അങ്ങനെ ദേവയാനിയുടെ അമ്മ അനാമികയോട് പറഞ്ഞ്, മോളെ വന്ന് ഈ പാത്രമൊക്കെ അങ്ങോട്ട് കൊണ്ട് അടുക്കളയിൽ വെച്ച്. അനാമികക്ക് ദേഷ്യം വന്ന് അനാമിക ദേഷ്യത്തോടെ അതൊക്കെ എടുത്തോണ്ട് പോയി. അപ്പോൾ അനാമികക്കിട്ട് ഒരുപാട് പണി കൊടുക്കുന്നുണ്ട് ദേവയാനിയുടെ അമ്മ. ഇനി അടുത്ത എപ്പിസോഡിൽ അതൊക്കെ കാണാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ.